ലോകത്ത് സമാധാനം ഒരിക്കലും തങ്ങൾ കൊടുക്കില്ല. പലസ്തീനെ എന്നും പിച്ചു ചീന്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഇസ്രായേലിനെ മറ്റു പല രാജ്യങ്ങളിലേക്കും അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന ഇസ്രായേൽ എന്ന വലിയ സാമ്രാജ്യത്വത്തെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻസും അവരുടെ ഇപ്പോഴത്തെ വ്യോമയാന പാതകളും പരിപൂർണമായി ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇറാൻ്റെ സമാനതകളില്ലാത്ത മിന്നൽ പ്രകടനം ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തൊരു ചങ്കൂറ്റമാണ് ഇറാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രശംസകൾക്ക് അപ്പുറത്തേക്കാണ് അയത്തുള്ള അലി ഖമേനിയുടെ പുത്രൻ മൊജ്തബ ഖമേനി ഏറ്റവും ഗംഭീരമായി ഇസ്രായേലിനെ വരിഞ്ഞു കെട്ടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹു എന്ന വ്യക്തി ഭയചകിതനായിരിക്കുന്നു എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തകർച്ച. ഇസ്രായേലിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാത്ത വിധത്തിൽ തളയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വലിയ നഷ്ടമാണ് ഈ യുദ്ധക്കെടുതി കൊണ്ട് ഇസ്രായേലിനുണ്ടായിട്ടുള്ളത്. ഇറാൻ ചോദിക്കുന്നത് കൃത്യമായും നാശനഷ്ടങ്ങൾക്ക് അവർക്ക് പരിഹാരം വേണം. അതിനുവേണ്ടിയുള്ള പാക്കേജാണ് അമേരിക്കയോട് ചോദിക്കുന്നത്. ഇസ്രായേലിനോട് ഒരു സന്ധിയുമില്ല. ഒരു രീതിയിലും ചെകുത്താന്മാരോട് സന്ധി ചെയ്യാൻ ഇറാന് കഴിയില്ല. ഇറാനെ ചാപ്പ കുത്താനും ഇറാൻ ആഗോള ഭീകരരുടെ ഈറ്റില്ലമാണെന്ന് വരുത്തി തീർത്ത് ആട്ടിനെ പട്ടിയാക്കുന്ന പോലെ ഒരു തന്ത്രമാണ് അമേരിക്ക കാലങ്ങളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും എണ്ണ ഊറ്റിയെടുത്ത് അവിടെ നിന്നുമുള്ള ധാതുക്കൾ അടിച്ചുമാറ്റി അവരെ പാപ്പരാക്കി അവരെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കാൻ കഴിയുക, ആ രീതിയിലൊക്കെ അവരെ തകർത്തെറിയാൻ വേണ്ടിയുള്ള നീക്കമാണ്. ഇറാഖിൽ സംഭവിച്ചതുപോലെ ഇറാനിൽ ആവർത്തിക്കാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ഫലമെന്ന് പറയുന്നത് ഇറാൻ ഹോർമൂസ് കടലിലേക്ക് അടച്ചു. ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്നത്. അവരുടെ കയ്യിൽ ബ്രഹ്മാണ്ഡ സാമഗ്രികൾ ഒന്നും തന്നെയില്ല. എന്നാൽ അവർ ഉള്ളതുകൊണ്ട് ഏറ്റവും ശക്തമായി അടിച്ചതിന് ശേഷം അവരെടുക്കുന്ന നിലപാടാണ് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത്. അമേരിക്ക ട്രംപിൻ്റെ കീഴിൽ സുരക്ഷിതമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റിയെന്ന് കൃത്യമായി വിളിച്ചൊതുക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. GCC രാജ്യങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത് അമേരിക്കയ്ക്ക് പ്രതികൂലമായി ഭവിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അപ്പോൾ യുദ്ധം എങ്ങനെയും അവസാനിപ്പിച്ചേ പറ്റൂ. യുദ്ധം എങ്ങനെയും എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമായി മാറുന്നു. അവിടെയാണ് ഇറാൻ്റെ സമ്മർദ്ദതന്ത്രം വിജയിക്കുന്നത്.